ഈ വീഡിയോയിലെ കണ്ടന്റ് കേരളത്തിലെ പുതിയതായിട്ട് വന്ന ഹോം ഡിപ്പാർട്ട്മെന്റിൽ സതീശൻ സർക്കാരിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഹോം മിനിസ്റ്റർ, അദ്ദേഹം നേരത്തെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഏകദേശം 1.5 വർഷം ഹോം മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഹോം മിനിസ്ട്രി പോർട്ട്ഫോളിയോ ചോദിച്ചു വാങ്ങി. ഒരു കാര്യം പറയാം, എനിക്ക് രമേശിനെ പേഴ്സണലി അറിയാം. താങ്കളോട് തന്നെ പറയാം, താങ്കൾ ഒരു മരം മണ്ടൻ, എവിടെയും ഒരു നിലപാടില്ലാത്തൊരു കിഴങ്ങന്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിലും MLA-മാരാണെങ്കിലും ഇത്രയും സീനിയറായ താങ്കളെ പിന്തുണയ്ക്കാൻ ആളില്ലാതെ പോയത്. അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം. കാരണം താങ്കൾക്ക് നിലപാടില്ല. കാരണം ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുന്ന ഒരാളല്ല, ഒരു ഭൂലോകം മടിയനാണ്. അവിടെ അതും നോക്കുവാണെങ്കിൽ VD സതീശനും ഈ KC വേണുഗോപാലൊക്കെ ഹാർഡ് വർക്കേഴ്സ്, പുറകെ നിൽക്കും ഒരു കാര്യത്തിനകത്ത് നിലപാടുകൊണ്ട്. താങ്കൾക്ക് ഈ കോപ്പൊന്നുമില്ല. ഇന്നൊന്ന് പറയും, നാളെ മാറ്റി പറയും. ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ഐഡിയയും താങ്കൾക്കില്ല. ഇതതിൻ്റെ ഒന്നാമത്തെ കാര്യം. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം, EDയെ അറ്റാക്ക് ചെയ്ത ശേഷം താങ്കൾ മീഡിയയോട് കൊടുത്തൊരു ബൈറ്റുണ്ട്. രമേശ് മനസ്സിലാക്കണം, എത്രമാത്രം ഇഗ്നറൻസ്, ബോധമില്ലായ്മയാണ് താങ്കൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അതായത് ഞങ്ങളോട് പറഞ്ഞില്ല, ഇന്ത്യൻ പോലീസിനോട് പറയാതെയാണ് ED വന്നത്. ആലോചിച്ച് നോക്കും, മരമണ്ട. ഒരു റെയ്ഡെന്ന് പറയുന്ന, പ്രത്യേകിച്ച് പിണറായി വിജയൻ അങ്ങോട്ട് ഭരിച്ചിട്ടിറങ്ങി 10 ദിവസമായി. ആ പോലീസിനോട് ഇൻഫോം ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ വീട്ടിൽ ഈ ED വരുമ്പോൾ ഒരു 10,000 പേരങ്ങ് കൂടുക, റിയാസിൻ്റെ വീട്ടിൽ കൂടുക. അത്രമാത്രം ബോധ്യമില്ലാത്തൊരു മണ്ടനതാൻ. അതുകൊണ്ടാണ് പറയുന്നത്. അത് കാര്യങ്ങളുടെ ഡെപ്ത് അറിയാത്ത ഒരാൾ. പക്ഷെ വീണ്ടും കേരളത്തിൻ്റെ ഹോം മിനിസ്റ്ററായി, വീണ്ടും മരമണ്ടത്തരം പറയാൻ തുടങ്ങി. മനസ്സിലാക്കുവാൻ, ഞാൻ ഡൽഹിയിലാണ്, നാഷണൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ട് കേരള പോലീസിനെ പറ്റി വരാൻ തുടങ്ങി. താങ്കളുടെ പേരുൾപ്പെടെ നാണക്കേടാം. ബംഗാൾ പോലീസ് പോലല്ല കേരള പോലീസ്. അവിടെ EDയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഗുണ്ടകളെല്ലാം കൂടെ ED അടിച്ചോടിച്ച് ബഹളം ഉണ്ടാക്കി, ഉണ്ടായ സംഭവമാണ്. ഇപ്പൊ കേരളത്തിലെ സെൻട്രൽ ഫെഡറൽ റിലേഷൻഷിപ്പിൽ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് നാളെ ഇതേപോലെ EDയോ മറ്റോ ഏജൻസികൾ റെയ്ഡ് ചെയ്യുമ്പോൾ ഏകദേശം 1 ബറ്റാലിയൻ കേന്ദ്രസേനയും കൊണ്ടുവന്നുള്ള സ്ഥിതി ആലോചിക്കുക. അതൊന്ന് ആലോചിച്ച് നോക്ക് താങ്കള്. ഇതിനെപ്പറ്റി പത്രങ്ങളിൽ റിപ്പോർട്ട് വരുന്ന സംഭവമായിട്ട് അഡീഷണലി അവിടെ പോലീസിനെ ഡിപ്ലോയ് ചെയ്യണം. ആൾക്കാർ കൂടാൻ സമ്മതിക്കരുത്, പ്രതിഷേധം നടത്താം പുറത്ത്. അവിടെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ 6 or 7 സെൻട്രൽ CRPFകാരല്ല, കേരള പോലീസിൻ്റെയാണ് കംപ്ലീറ്റ് ആയിട്ട് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. അതിനു പോലും താങ്കൾക്ക് കഴിയുന്നില്ല. എന്നിട്ട് DGP വിളിക്കുന്നു, ADGP വിജയനെ വിളിക്കുന്നു. അതായത് വീണ്ടും പറയുന്നു, താങ്കൾക്ക് അതിനുള്ള കേപ്പബിലിറ്റിയും കഴിവൊന്നുമില്ല. അതുകൊണ്ടാണ് താങ്കൾ ഏറ്റവും പുറകിൽ പോയത്. താങ്കൾ നല്ല നേതാവാണ്, കോൺഗ്രസ്സുകാർക്ക് പോലും താങ്കളെ വിശ്വാസമില്ല. അതാണ് അതിൻ്റെ കാര്യം. പക്ഷെ ഇതിൻ്റെ അകത്ത് മുഖം രക്ഷിക്കാൻ സാധിക്കും ഈസി ആയിട്ട് ഈ കേസിൻ്റെ. കാരണം ഇതിൻ്റെ കോൺസ്പിറസി ഉണ്ട്. ആരാണിത് ചെയ്യിപ്പിച്ചത്? പെട്ടെന്ന് ഉണ്ടായ സംഭവമല്ല ഇത്. കാരണം ഇത് എമേർജ് ചെയ്ത് വന്ന് തിരുവനന്തപുരത്ത് അവിടെ പ്രകടനം നടത്തിയവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് ആരാണിത് ചെയ്യിപ്പിച്ചത്? ഉറപ്പായിട്ട് CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദൻ, ഇലക്ഷൻ CPMൻ്റെ MLA ജോയ്, ശിവൻകുട്ടി, ഇവരൊക്കെ ഇതിൻ്റെ ഉത്തരവാദികളാണ്, ഇൻക്ലൂഡിങ് പിണറായി വിജയൻ. അവരെല്ലാം കൂടാണ് ഈ സംഭവം ചെയ്യിപ്പിച്ചത്. അപ്പം അങ്ങനൊരു സന്ദർഭത്തിൽ കേരള പോലീസാണ് അന്വേഷിക്കേണ്ടത്. തലവേദന എടുത്ത് മാറ്റുക, CBIയോട് പറയാൻ അന്വേഷിക്കുക കോൺസ്പിറസി. കാരണം ഇതിൻ്റെ അടുത്ത് ഉൾപ്പെട്ട ആൾക്കാരെ നോക്ക്. ഇവരൊക്കെ DYFIയുടെ തിരുവനന്തപുരത്ത് നേതാക്കന്മാരാണ്, ഗുണ്ടകളാണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. കമ്പും വടിയും ഇഷ്ടിയും ഒക്കെ അടിച്ച് പൊട്ടിച്ച് നാശമാക്കുന്നു.
ആരാണ് അക്കൗണ്ടബിൾ? ഈ പറയുന്ന അടിച്ചു പൊട്ടിച്ചവരാണ് അക്കൗണ്ടബിൾ? അല്ല. ഇതിനകത്തൊരു വലിയ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്. ആ കോൺസ്പിറസിയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അത് കേരള പോലീസിനെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. അവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. ടി പി വധക്കേസ്, അതിനകത്ത് ഈ പറയുന്ന ഉരുവപ്പെട്ട എല്ലാവരെയും പൊക്കി, ടോപ്പ് ടു ബോട്ടം പൊക്കി. അന്ന് അതേപോലെ ഒരു നടപടി എടുക്കാൻ തിരുവഞ്ചൂരിന് കഴിഞ്ഞു. പിണറായി വിജയൻ അത്ര മോശമായ ആഭ്യന്തരമന്ത്രി ആയിരുന്നില്ല. കോടിയേരി ഈ പറയുന്ന മോശമായ ഒരു ആഭ്യന്തരമന്ത്രി ആയിരുന്നില്ല. പക്ഷെ താങ്കൾ ഒരു വേസ്റ്റ് ആഭ്യന്തരമന്ത്രിയാണ്. അത് നേരത്തെയും പ്രൂവ് ചെയ്തു, ഇപ്പം വന്ന് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രൂവ് ചെയ്തു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. താങ്കൾ ഒന്നില്ലെങ്കിൽ ഈ സ്ഥാനം ഒഴിയുക, വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും, അതായത് മറ്റുള്ള രീതിയിൽ റീലൊക്കെ ഇടുന്ന രീതിയിൽ ആ രീതിയിൽ പോവുക. കാരണം ഇത് ഭയങ്കരമായ സംഭവമായത് ഹോം മിനിസ്ട്രി എന്ന് പറയുന്നത്. അത് നിരന്തരമായിട്ട് അതിൻ്റെ പുറകെ നിന്നാൽ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം 100 നിലപാടും ഓരോ ദിവസവും രാവിലെയും വൈകിട്ട് ഓരോ നിലപാടും ചെയ്യുന്ന ഒരാൾക്ക് ഈ മിനിസ്ട്രിയുമായിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഇന്നലത്തെ സംഭവത്തിൽ താങ്കൾ അട്ടർ ഫെയിലിയറായി. ഞാൻ ഈ പറയുന്നൊന്നുമില്ല അവിടെ കയറി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, കുറ്റം ചെയ്ത കുറ്റവാളികളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ. ആ ജോയ് എന്ന് പറയുന്ന MLA വന്ന് പറയാ പോലീസ് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. മനസ്സിലാക്കുക ചെന്നിത്തല, ഇന്ത്യയുടെ അമ്പലങ്ങളിലും സുവർണ ക്ഷേത്രത്തിൽ വരെ ഇന്ത്യൻ ഏജൻസികൾ കയറിയിട്ടുണ്ട്. അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ CPM എന്ന് പറഞ്ഞൊരു കൂതറ പാർട്ടിയുടെ അതിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്. ഇത്രയും ഫോഴ്സ് കയ്യിലുണ്ട്. അതേപോലെ താങ്കൾ അധികാരത്തിൽ കയറി SFI ചെയ്ത സംഭവം അറിയാമോ? അതായത് അവർക്കെല്ലാം അറിയാം താങ്കളൊരു സോഫ്റ്റാണ്, ഹാർഡല്ല. താങ്കളെ ഇതേപോലെ രീതിയിലുള്ള പ്രഷറൈസ് ചെയ്യാൻ പറ്റും. ഹോം മിനിസ്ട്രി ടഫാണ്, ടഫ് ആക്ഷൻ എടുക്കണം. അതിനകത്ത് പോലീസിന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കണം. കൂടുണ്ട് ആക്ഷൻ എടുത്തു. ഇവിടെ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പാവം പിടിച്ച് 2 DCPമാർ, 2 IPS ഓഫീസേഴ്സ് അവിടെ ഇരുന്ന് കരയുകയാണ്. കാരണം താങ്കൾ നിലപാടെടുക്കുന്നില്ല. താങ്കൾ ഇത് എടുത്താൽ മാത്രമേ DGPക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഒരു ഓപ്പറേഷൻ വേണോ, അതിൻ്റെ അകത്ത് കയറണോ വേണ്ടയോ. അതായത് ക്രിമിനൽ ഗുണ്ടകളെ ഒളിപ്പിച്ച ഏരിയ കമ്മിറ്റി ഓഫീസിനെ പോലും ചലഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരാൾ കേരളത്തിന് ഈ പറയുന്ന ഹോം മിനിസ്ട്രിയിൽ 5 വർഷം എങ്ങനെ കഴിയും? അട്ടർ ഫെയിലിയർ ആയിരിക്കും. കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ രമേശ് ചെന്നിത്തല ഭരിക്കുമ്പോൾ തകർന്ന് നാശമാകും. അല്ലെങ്കിൽ താങ്കൾ അത് പ്രൂവ് ചെയ്യണം. ഇപ്പോഴും ഒന്നില്ലെങ്കിൽ CBI ഏൽപ്പിക്കുക, അതേപോലെ SFIയുടെ ഗുണ്ടായിസം, അതിനകത്ത് ചില നടപടികളങ്ങ് എടുക്കണം. 10 വർഷം വെറുതെ ഇരിക്കുമായിരുന്നു ഇവന്മാർ. ഉറപ്പായിട്ട് ഇവർ തെരുവിൽ വരും. അതിനകത്ത് മമതാ ബാനർജി കാണിച്ച പോലെ ചില സംഭവങ്ങളൊക്കെ കാണിച്ചേക്കണം. ഈ പറയുന്ന SFIയുടെ പല ഗുണ്ടകൾ, CPMൻ്റെ പല ഗുണ്ടകളെ ഗുണ്ടാ ലിസ്റ്റിലാക്കി കേരളത്തിൽ നിന്ന് കടത്തിയേക്കണം, അടിച്ചു കളയണം. ആരാണ് CPMൻ്റെ പ്രശ്നമുണ്ടാകുന്നത് അവനെ അങ്ങ് തോലയ്ക്കണം. അതിനൊരു കഴിവുള്ള പോലീസ് മന്ത്രി വേണം. താങ്കൾക്ക് അതിന് കഴിവും കോപ്പുമൊന്നുമില്ല. ഞാൻ 100% പറയാം. പൗഡർ ഇട്ട് കുട്ടപ്പനല്ല ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത്. തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണ്ടകൾ കേരളത്തിൽ മുഴുവനും അഴിഞ്ഞാടും. അതിന് താങ്കൾ വഴിവെച്ച് കൊടുക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം. എന്ത് നടപടിയെടുക്കാൻ താങ്കളെ കൊണ്ട് കഴിഞ്ഞു? ഇത് കാണുന്ന നാഷണലിലുള്ള ആൾക്കാരെയും, നാഷണൽ മീഡിയ വന്ന വാർത്തയും ടെലിവിഷനിൽ വന്ന വാർത്തയും കേരളത്തെയും കേരള പോലീസിനെ അപമാനിക്കുന്നതിന് തുല്യമായി മാറി. മറ്റൊരു ബംഗാളായി മാറും. അതിന് താങ്കൾ വളം വെച്ച് കൊടുക്കുകയാണ്. താങ്കൾ കഴിവില്ല, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് വല്ല CBI അവർ തമ്മിൽ അടിച്ചോട്ടെ, CBI CPM വഴി അടിച്ചോട്ടെ. അവർ ഈ MP ഗോവിന്ദൻ വരെ ഉൾപ്പെടും. അവരെടുത്തോണ്ട് തിഹാർ ജയിലിൽ ഇടാതിരിക്കുക ചെയ്യട്ടെ. അതായത് പോലീസിനെ കൊണ്ട് കേരള പോലീസ് ഇന്ന് പറ്റില്ല എങ്കിൽ സെൻട്രൽ ഏജൻസിയെ ഏൽപ്പിക്കുക. കോൺസ്പിറസി എന്താണ്? അതേപോലെ തന്നെ SFIയുടെ ഗുണ്ടായുധ അടിച്ചൊതുക്കണം.
അതായത് ഇവന്മാരെ ഗുണ്ടാ ലിസ്റ്റ് വെച്ച് ഇവനെ കേരളം കടത്തിയേക്കണം. അല്ലെങ്കിൽ നാളെ മറ്റുള്ളവനും കയറി മേയാൻ തുടങ്ങും ഓരോ ഇഷ്യൂവിലും. കാരണം 10 ദിവസം കഴിയുന്നില്ല ഇവന്മാർക്ക് കേരളം മുഴുവനും ലോ ആൻഡ് ഓർഡർ നശിപ്പിക്കാൻ പോലീസിനെ എൻഗേജ് ആക്കുവാണെങ്കിൽ ആദ്യമേ തൊലച്ചേക്കണം. ഇതിനെ തൊലയ്ക്കണം, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിനും താങ്കൾക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം. ജനാധിപത്യമായിട്ടൊക്കെയാണ് ഇലക്റ്റഡ്, കറക്റ്റാണ്. പക്ഷേ പോലീസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ആയിരിക്കണം. അതിനെ ഈ പറയുന്നത് നിലപാടില്ലാത്ത രമേശിനെ കൊണ്ട് അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിണറായി വിജയൻ്റെ മകൾ കുറ്റക്കാരിയാണ്. അതിനൊരു ഏജൻസി അന്വേഷിക്കുന്നു, ഹൈക്കോർട്ട് പറഞ്ഞിട്ട്. അതിന് കേരള പോലീസ് എന്താ പിഴച്ചത്? അത് കേരള പോലീസിനോട് ലോ ആൻഡ് ഓർഡർ നോക്കാൻ പറയുന്നു. കുറ്റവാളികളെ, അതായത് ED അറ്റാക്ക് ചെയ്തവരെ പിടിച്ചെടുത്ത് അകത്തിടാൻ പറയണം. അതായത് ക്രൈം ചെയ്തവനെ ഞങ്ങൾ തരാം എന്ന് പറയുന്ന നിർത്തുക ആ പരിപാടി. പോലീസ് കയറി പൊക്കിയെടുത്തുകൊണ്ട് പോവുക. എന്തുണ്ടെങ്കിലും പിന്നീട് കാണാമെന്നുള്ള ധാരണയെ പോകണം. അല്ലാതെ അതിനെ ഡെമോക്രാറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകുവാണെങ്കിൽ വലിയ പാളിച്ചയുണ്ടാകും. കാരണം പോലീസിങ് എന്ന് പറയുന്നത് ആക്ഷൻ ആയിരിക്കണം, ആക്ഷൻ എടുക്കേണ്ടടുത്ത്. അല്ലാത്തടത്ത് അതിന് ജനകീയ മുഖമാണ്. അല്ലാതെ ഇങ്ങനൊരു സന്ദർഭത്തിൽ പോലീസിനെ, അതായത് നഖവും പല്ലും ഒന്നും ഇല്ലാത്തൊരു വൃദ്ധനായ, അതായത് ഒരു നിലപാടും ഇല്ലാത്ത രീതിയിലാക്കി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന ബംഗാൾ പോലീസിനെ പോലെയും, അത് പഴയ ബീഹാർ പോലീസ്, യു പി പോലീസൊക്കെ ഭയങ്കരമായിട്ട് മാറി. അവർ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്തു തന്നെ പോകണം. പോലീസുകാർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നിടത്ത് കൊടുത്തു തന്നെ പോകണം. കാരണം ഒതുക്കി അങ്ങ് കളഞ്ഞേക്കണം. നാളെ AKG സെൻറ്ററിൽ കയറണം, അതേ കയറണം, അത്രേ ഉള്ളൂ. ആ ഒരു മെസ്സേജാണ് കൊടുക്കേണ്ടത്. അതായത് ഞങ്ങൾ വിടില്ല, അതായത് പോലീസിനെതിരെ, അതായത് ഏജൻസികൾക്കെതിരെ ഇതേ നടപടി, അടിയും പിടിയും പൊളിയും വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കും, ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല എന്ന സന്ദേശം കൊടുത്താൽ മാത്രമേ താങ്കൾക്ക് ഫർദറായിട്ട്, അതായത് ഈ സതീശൻ ഗവൺമെൻറ്റിൻ്റെ ഹോം മിനിസ്റ്ററായിട്ട് ഫർദർ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പഴയ പോലെ താങ്കൾ ഫെയിലിയർ തന്നെയാണ്.